പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് ജിൻസച്ചൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് ഞാൻ ഇട്ടിരുന്നു. അത് ധാരാളം ആളുകൾ കാണുകയും ഇപ്പോഴും ധാരാളം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ചില ആളുകളൊക്കെ കുറച്ച് അഭിപ്രായങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് അവരുടെ ആശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അയക്കുന്നത് നല്ലതാണ്. അവരുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങളാണ് അവർ പ്രകടിപ്പിക്കുന്നത്. നല്ലതാണ്, തീർച്ചയായും സ്വാഗതം ചെയ്യും. അതിൽ ബേബി പി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തെ പറയുന്നത് ദൈവവചനത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം കാര്യങ്ങളുണ്ട്, യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അത് മറ്റൊത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ മാതാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെ വചനം എഴുതിയിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ കർത്താവ് എഴുതിയിരിക്കുന്ന ഒരു മറ്റു വചനം കൂടെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനമുണ്ട് ഒരു വചനമുണ്ട്. അതിപ്രകാരമാണ്, ഈ വചനത്തോട് എന്തെങ്കിലും ആരെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ഈ വചനത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, മാതാവിൻ്റെ വിശ്വാസ സത്യങ്ങളെ സംബന്ധിച്ച് അത് 3-ാം നൂറ്റാണ്ട് വരെ അപ്പസ്തോലന്മാരുടെ സുവിശേഷ പ്രഘോഷണങ്ങളിൽ മാതാവിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. വിശുദ്ധത്തിൽ അപ്പസ്തോല പ്രവർത്തനം നമുക്കറിയാം. അപ്പസ്തോല പ്രവർത്തനം എവിടെ എടുത്തു നോക്കിയാലും കർത്താവിൻ്റെ സുവിശേഷം എവിടെയൊക്കെ അപ്പസ്തോലന്മാർ പ്രഘോഷിച്ചോ ശുശ്രൂഷിച്ചോ, എവിടെയൊക്കെ ജനങ്ങൾ സുവിശേഷത്തിന് ശേഷം അപ്പസ്തോലന്മാർ ആളുകളുടെ വീട്ടിൽ കയറി അവിടെ പ്രാർത്ഥന കൂടുകയും അവിടെ കാപ്പമുറുകിയ ശുശ്രൂഷ നടത്തുകയും ചെയ്തിട്ടുള്ളൂ, അവിടെയൊന്നും മാതാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചോ മാതാവിനെക്കുറിച്ചോ പറയുന്നില്ല. 3-ാം നൂറ്റാണ്ടിലാണ് മാതാവിൻ്റെ അന്ന് ജീവിച്ചിരുന്ന മാർപ്പാപ്പ ഇത് വിശ്വാസത്യമായി പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, ആയിക്കോട്ടെ, നടന്നുകൊള്ളട്ടെ, അത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലാത്തൊരു കാര്യം നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ലെന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അതിനപ്പുറത്തെ സുനകദോസുകളോ മാർപ്പാപ്പയുടെ സന്ദേശങ്ങളോ സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളാം. അതത്ര അതിനകത്ത് കാര്യമുള്ളൂ. എനിക്ക് കർത്താവ് തരുന്ന സന്ദേശങ്ങളും ദർശനങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുപോലെ അപ്പോൾ അദ്ദേഹത്തോട് ആദ്യത്തെ ബേബി പി എന്ന ആ സഹോദരന് പറയാനുള്ള മറുപടി ഇതാണ്: ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഏതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് എടുത്തു കളയുകയോ എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കുകയോ ചെയ്യാൻ പാടുള്ളത്, അങ്ങനെയുള്ള ആൾ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അന്ത്യവിധിയുടെ സമയത്ത് കർത്താവ് പറയുന്നൊരു വചനമുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം കഴിഞ്ഞിട്ട് അവസാന വിധി എന്ന് പറയുന്നതിനകത്ത് പറയുന്നത്, ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്നും അകന്ന് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയും ശാപമേൽക്കുന്ന കുറേ ആൾക്കാർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതുപോലെ യൂസർ QN8 എന്ന് പറയുന്ന ഒരാൾ പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ, അല്ലെങ്കിൽ നമ്മുടെ സഭ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും തെറ്റല്ല, അവർ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിനകത്ത് യൂസർ എന്ന് പറയുന്ന സഹോദരനുടെ QN8 അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളതാണ്: അന്യമത ദൈവങ്ങളുടെ ആശയങ്ങളെയോ സിംബലുകളെയോ അടയാളങ്ങളെയോ നമ്മുടെ മതത്തിലോ സഭയിലോ ദേവാലയത്തിലോ എടുത്തു ഉപയോഗിക്കാൻ പാടില്ല. അതാണ് സിമ്പിൾ. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞത് എല്ലാത്തിനും വചനത്തിൻ്റെ ക്ലാരിറ്റിയോട് കൂടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. വെളിപാട് പുസ്തകത്തിൽ എഴുതി വെച്ച വചനം ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അവർ അടയാളങ്ങൾ വഴി ഭൂവാസികളെ വഴിതെറ്റിച്ചു. നമ്മൾ ഇത്തരം അടയാളങ്ങൾ വഴി വഴിതെറ്റേണ്ട ആവശ്യമില്ല. നമ്മുടെ വഴി ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ വഴിയിൽ നിന്നും അണ്ണോ വിട വ്യതിചലിക്കാൻ പാടില്ല. ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടുള്ളതല്ല. അതാണ് ദൈവത്തിനുള്ള മൈക്കണം. സോളി ജോസഫ്, പരിശുദ്ധമ്മ പരിശുദ്ധമ്മ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ കാണുന്നില്ലേ? എന്നീ ചോദ്യമുണ്ട്. ദൈവം എത്രമാത്രം പരിശുദ്ധമ്മയെ ആദരിക്കുന്നു സ്നേഹിക്കുന്നു? തീർച്ചയായിട്ടും അത് ആ ചോദ്യം ശരിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് തിരിച്ച് സോളിയോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: സോളി, പരിശുദ്ധമ്മയെ അത്രമാത്രം പരിശുദ്ധമ്മ ദൈവം സ്നേഹിക്കുന്ന പരിശുദ്ധമ്മയെ മറ്റുള്ളവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം മരണങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? പരിശുദ്ധമ്മ സംരക്ഷിക്കുന്ന നോക്കുകയും ചെയ്യേണ്ടതല്ലേ? അപ്പം ഇനി എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾക്കായിട്ട് അദ്ദേഹം മരിക്കേണ്ടി വരുന്നത്? അല്ലെങ്കിൽ ഇതുപോലെ മുമ്പ് ഒരു ITV ന്യൂസിൽ നമ്മൾ വാർത്ത കേട്ടു. കഴിഞ്ഞ പ്രാവശ്യം എലിവേഷൻ നിന്നൊരു അച്ഛൻ മരിച്ചിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള അതിൻ്റെ FIR റിപ്പോർട്ട് നമ്മൾ കേൾക്കുന്നുണ്ടായി. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിനകത്ത് എത്ര മ്ലേച്ഛമായിട്ടാണ് ആ അച്ഛൻ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആ ITV ന്യൂസിൽ വാർത്തയിൽ നിന്ന് കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ പരിശുദ്ധിയമ്മയെ സ്നേഹിക്കുകയോ പരിശുദ്ധിയമ്മ നമ്മളെ സ്നേഹിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരം ആഭാസങ്ങൾ സംഭവിക്കാൻ പാടില്ല. അടുത്ത ജെസ്സി തോമസ്, കുറേ ഒക്കെ തെറ്റും കുറേ ശരിയുമാണ് അദ്ദേഹം പറയുന്നതെന്ന് ആ സഹോദരി പറയുന്നത്. പക്ഷേ അത് ആ സഹോദരിക്ക് തോന്നിയതാണ്. എൻ്റെ ആത്മാവിൽ എനിക്ക് തോന്നിയത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ല. തെറ്റൊരിക്കലും ഈ സമൂഹത്തെ ലോകത്തെ പഠിപ്പിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ടുള്ള എൻ്റെ അധരം തുറക്കുന്നുണ്ടെങ്കിൽ
പരിശുദ്ധാത്മാവോട് പറഞ്ഞ് സംസാരിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടാണ് ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ മോശമാണ് തെറ്റാണെന്നൊന്നും ഒരു കാര്യം എൻ്റെ അതിർത്തി പോകാതെ പരിശുദ്ധാത്മാവെ അങ്ങ് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് ചെയ്യുന്നത്. ഒരിക്കലും അത് അവർക്ക് തോന്നുകയാണ്, ജെസ്സി തോമസ് എന്ന സഹോദരിക്ക് തോന്നുന്നു കുറേ തെറ്റുണ്ടെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. ഇനി അതേ ജെസ്സി തോമസിനോട് എനിക്ക് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും പുറകെ വരുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ ജെസ്സി തോമസ് കാര്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ക്ലാസ് മൈ ലോഡ് മൈ ഗോഡ് മൈ ലോഡ് എന്ന് പറഞ്ഞൊരു ഒരു സഹോദരി ചോദിച്ച ഒരു കമൻ്റ് ഇട്ട ആൾ ചോദിച്ചാണ്, നിങ്ങൾ ആരെയും വിധിക്കരുത്, നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ വിധി പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കും വിധിക്കാൻ അധികാരം ദൈവം തരുന്നുണ്ട്. അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 7:24 പുറമേ കാണുന്നത് നോക്കി വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ. നമുക്ക് വിധിക്കാതെ തരുന്നത് അല്ലേ. തിമോത്തിയോസ് കഴുകുന്ന ലേഖനം 1:16 ഇത് മൈ ലോഡ് മൈ ഗോഡ് എന്നുള്ള ആ ആള് എനിക്ക് കമൻറ്റ് വിട്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് അവരുടെ അഭിപ്രായത്തെ സ്വീകരിക്കുന്നുണ്ടോ, സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അവിടെ 1 തിമോത്തി 1:16 തിമോത്തിയോസ് 1:16 അവിടെ എന്താ പറയുന്നത്? നിങ്ങൾ നിഷ്കരണം ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുവിൻ. ആ വചനം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ പ്രബോധനപരവും പ്രഘോഷണപരവും പ്രവാചകപരവും ഉള്ള ചില വ്യക്തികൾ ഇത്തരം രീതിയിൽ പഠിപ്പിക്കും. പക്ഷേ എല്ലാവർക്കും ചിലർക്ക് പ്രഘോഷണപരമേ ഉണ്ടാവുകയുള്ളൂ. വചനം ഇങ്ങനെ പറയാനുള്ള പ്രഘോഷിക്കാനുള്ള വരവുണ്ടാവും. ചിലർക്ക് ദർശനപരം ഉണ്ടാവും, ചിലർക്ക് വ്യാഖ്യാനപരമുണ്ടാവും, ചിലർക്ക് പ്രവാചക വരം കൊടുക്കും. ചിലപ്പോൾ ഇതെല്ലാം കൂടി ചില ഒരാൾക്ക് കൊടുക്കും. അതാണ് ദർശനമൊക്കെ കണ്ടുകൊണ്ട് ഇന്നപോലെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിഷ്കരണം ശാസിക്കാനും സഭയാണേലും വൈദികനാണേലും മെത്രാനാണേലും മാർപ്പാപ്പയാണേലും അവരോടും പറയാം, ഇത് തെറ്റാണ്, പഠിപ്പിക്കരുത്, ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അവർക്ക് അവരോട് പറയാം, ഒന്ന് പുറമേ കാണുന്നു നോക്കി വിധിക്കാതെ നീതിയായി വിധിക്കും. യോഹന്നാന്റെ സുവിശേഷം 7:24. അപ്പോൾ പുറമേ കാണിക്കുന്ന ഈ കാണീരുകളല്ല നീതിയുടെ ഒരു വചനം. ദൈവനീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രാമാണിക പ്രവൃത്തികളെ സുവിശേഷത്തിൽ അന്തർലീനമായിരിക്കുന്ന വചനങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രവൃത്തികളും അതിന് ശുശ്രൂഷകളെയാണ് നീതി എന്ന് പറയുന്നത്. ഇത്തരം പുറമേ കാണുന്ന പ്രവൃത്തി നോക്കി നമ്മൾ വിധിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇതുപോലെ തെറ്റ് കാണിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പോകും. മറ്റൊന്ന് ഗീത റീത്ത് എന്ന് പറയുന്ന ഒരു സഹോദരി സംസാരിക്കുന്നത് ഒരുപാട് അഹങ്കരിക്കില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മരണത്തെപ്പറ്റി ആലോചിക്കാനും പറഞ്ഞിട്ടുണ്ട്. എണീറ്റ് പോകുന്നതായിരിക്കും നല്ലതെന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യാണ്. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ഗീത റീത്ത് എന്ന് പറഞ്ഞ ആ സഹോദരിയോട് എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയാനുള്ളൊരു ഭാഗം ഞാൻ ഇപ്പോൾ തന്നെ പറയാം. പ്രിയ സഹോദരനെ, ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതെങ്ങനെ പിടിച്ചാലും അങ്ങനെ കാണുന്നല്ലേ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതാണ് ഈ പുസ്തകം. ഇത് കേരള സഭ KCBC പബ്ലിഷ് ചെയ്തതാണ്. ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അത് ഗീത റീത് എന്ന് പറയുന്ന ആ സഹോദരിക്ക് വേണ്ടി മാത്രമല്ല, ഇത് ഈ ക്ലാസ്സിൽ കൂടെയും കൂടെ ഞാൻ പറയുകയാണ്. ഇത് ലോകത്തോടും സഭയോടും ആയിട്ട് ഞാൻ പറയുകയാണ്. അവർ എന്നോട് പറഞ്ഞ നല്ല കാര്യമുണ്ട്, നിങ്ങൾ അധികം അഹങ്കരിക്കരുത്, എഴുന്നേറ്റ് പോകുന്നതായിരിക്കും നല്ലത് പറഞ്ഞ് നല്ല കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനോട് ഞാൻ യോജിക്കുകയാണ്. എഴുന്നേറ്റ് പോകുന്നതായിരിക്കും നല്ലത്. വൈദികർക്ക് വിവരമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, വൈദികർക്ക് വിവരമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആരാ എന്ന് ചോദിച്ചാൽ അതിൻ്റെയും കൂടെ ഉത്തരം കൂട്ടിയിട്ട് പറയുകയാണ്. ഈ മതബോധന ഗ്രന്ഥത്തിൽ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാത്തില്ല, ഇപ്പം എന്നെ കേൾക്കുന്ന ഈ കേൾവിക്കാർക്ക് ശ്രോതാക്കൾക്ക് അറിയത്തില്ലാത്തൊരു സംഭവം ഞാൻ പറയുകയാണ്. അത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിൻ്റെ 271 പേജിൽ ഒരു പാരഗ്രാഫ് എഴുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, നിങ്ങൾ കേൾക്കണം. പുതിയ ആകാശവും പുതിയ ഭൂമിയും യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിലുള്ള ഒരു വചനമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയെയും കുറിച്ചുള്ള പ്രത്യാശ. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന് പറയുന്നത് KCBC പബ്ലിഷ് ചെയ്തതാണ്. അതിങ്ങനെയാണ്, എന്തെന്നാൽ വരാനുള്ള യുഗത്തിൻ്റെ അടയാളം ഒരു വിധത്തിൽ മുൻകൂട്ടി കാണിക്കുന്ന ഒരു നവീന മാനവ കുടുംബത്തിൻ്റെ ശരീരം ഇവിടെയാണ് വളരുന്നത്. അതിൻ്റെ 2ാം ഖണ്ഡിക പറയുകയാണ്, എന്നാൽ ശ്രദ്ധിക്കണമേ ഗീതാറീത് മൈലോഡ് ഇതിനകത്തുള്ള ഈ എന്നോട് കമൻ്റ് വിട്ട എല്ലാ വ്യക്തികളും ഒന്ന് ശ്രദ്ധിക്കണമേ. എന്നാൽ ഭൗതിക പുരോഗതിയെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ നിന്ന് സുവ്യക്തമായി വേർതിരിച്ച് കാണേണ്ടിയിരിക്കുന്നു. ഗീതാറീത് മൈലോഡ് ജെസ്സി തോമസ് എല്ലാം നിങ്ങൾ ഈ കമൻറ്റ് പറഞ്ഞ എല്ലാവരും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടാണ് കമൻറ്റ് പറയുന്നത്. നല്ല കാര്യം.
ഇത് കത്തോലിക്ക. അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നാൽ ഭൗതിക പുരോഗതിയെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ നിന്ന് സുവ്യക്തമായി വേർതിരിച്ച് കാണേണ്ടിയിരിക്കുന്നു. പ്രിയ സഹോദരരെ, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ നിങ്ങൾ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ അല്ലെ എനിക്കറിയാവുന്നൊരർത്ഥം ഞാൻ പറഞ്ഞുതരാം. അതായത് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ച എന്ന് സ്വർഗരാജ്യം, നിത്യജീവിതം, സഭ, കൗദാശികത, കൂദാശികൾ, സുവിശേഷം എന്ന് ഈ സംഭവം എല്ലാം ആത്മീയമാണ്, ആത്മാവിൽ അധിഷ്ഠിതമാണ്. ആത്മീയമാണ്, ആത്മാവിൽ അധിഷ്ഠിതമാണ്. ഇതിന് പുറത്ത് വരുന്നതാണ് നമ്മുടെ IELTS, OLTS, 2 നില വാർക്ക് വീടുകൾ, ഇന്നോവ കാറുകൾ, ചുരിദാറുകൾ, പത്രമാസികൾ, ടെലിവിഷനുകൾ, കമ്പ്യൂട്ടറുകൾ, ഇൻ്റർനെറ്റുകൾ, ഫേസ്ബുക്കുകൾ എല്ലാം ഭൗതിക പുരോഗതിയാണ്. 2 നില വാർക്ക് വീടുകൾ, ഇന്നോവ കാറുകൾ, ഇതെല്ലാം ഭൗതിക പുരോഗതിയാണ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ വളർച്ച, ദൈവിക പദ്ധതി, ദൈവിക പ്രവൃത്തി, സുവിശേഷം, ആരാധന, ദേവാലയം, ഇതെല്ലാം ദൈവരാജ്യത്തിൻ്റെ വളർച്ചയും അതോട് ചേർന്ന് വരുത്തുക. അതിൽ നിന്ന് ഈ പുരോഗതിയെ, ഇന്നത്തെ ആധുനിക ടെക്നോളജികളെ സുവ്യക്തമായി വേർതിരിച്ച് കാണേണ്ടിയിരിക്കുന്നു. പറഞ്ഞാൽ സുവ്യക്തമായി നമ്മൾ അതിനെ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെ. ഡു നോട്ട് യൂസ് ദി ഇന്റർനെറ്റ് ഫെസിലിറ്റി, ഡോണ്ട് ടച്ച് ദ ടച്ച് മൊബൈൽ ഫോൺ, ഡു നോട്ട് സീ ദ സിനിമ, ഡു നോട്ട് യൂസ് ദി എനി അതർ ഫെസിലിറ്റീസ് ഓഫ് ദി ഇന്റർനെറ്റ്. ഇതെല്ലാം കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ വചനം, അതായത് ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിൽ, വെളിപാട് ഗ്രന്ഥത്തിൽ കൂടി എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ KCBCയിലെ കേരളത്തിലെ ബിഷപ്പ് കോൺഫറൻസ്, ഡോക്ടറേറ്റുള്ള അച്ഛന്മാർ, മെത്രാമാർ, വൈദികർ എല്ലാവരും കൂടി കൂടിയിരുന്ന് തയ്യാറാക്കിയ പുസ്തകമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ഇതാ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. അതിൽ അവർ തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ്. എന്നാൽ ഭൗതിക പുരോഗതിയെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ നിന്ന് സുവ്യക്തമായി വേർതിരിച്ച് കാണേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ പുസ്തകം എവിടെ നിന്നെങ്കിലും വാങ്ങാം, ബുക്ക് സ്റ്റോളിൽ ചോദിച്ചാൽ കിട്ടും. ഈ 271 പേജ്, 271 പേജിൽ ഇതുണ്ട്. അപ്പോൾ ഈ മതബോധന ഗ്രന്ഥത്തെ ഗീത അറിയുന്ന വരെ സഹോദരിയുടെ നിങ്ങൾ പൊട്ടത്തരം പറയുന്നത്, കുറച്ച് പറയുന്നത് ശരിയാണ്, കുറച്ച് പറയുന്നത് തെറ്റാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇതൊന്നും ഉപയോഗിക്കരുത്. അത് വേർതിരിച്ച് കാണുമെന്ന് പറഞ്ഞാൽ വേർതിരിച്ചേച്ച് കാണണമെന്നല്ല, വേർതിരിച്ച് ഉപേക്ഷിക്കണം. ഇത് ഉപയോഗിക്കരുത്. അതാണ് വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഭൂവാസികൾ അടയാളങ്ങൾ വഴിതെറ്റി അശുദ്ധവും ഭീവത്സവുമായ സകല പക്ഷികളുടെയും താവളമായി. വെളിപാട് 18:3, വെളിപാട് 18:5. ഇന്റർനെറ്റ് അഥവാ ടച്ച് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ക്ലാസ്സാണ്. അതാണ് ഇന്നത്തെ ടച്ച് മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് TV നമ്മൾ കാണുന്നത്, ഇന്റർനെറ്റ്. ഇത് ഉപയോഗിക്കരുത്. ഭൗതിക പുരോഗതിയാണിത്, ആധുനിക ടെക്നോളജിയാണിത്. ഇത് തെറ്റാണ് ഉപയോഗിക്കുന്നത്. ഈ മതബോധന ഗ്രന്ഥത്തിൽ സഭ അഥവാ കേരള സഭയിലെ മെത്രാന്മാരും അച്ഛന്മാരും കൂടി ഇറക്കി ഈ പുസ്തകത്തിൽ എഴുതി വെച്ചേച്ച് ഇന്നിവർ കാണിക്കുന്നത് എന്താണ് പരിപാടി? ഈ കമന്റ് വിട്ട സഹോദരന്മാരോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ലോകത്തോട്, ഇവരെന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? ഏത് പദ്ധതിയാണ് ഇവരുടെ ഉള്ളത്? എന്തുപയോഗിച്ച് ഇവർ ഈ അശുദ്ധിയെല്ലാം കാണുന്നത്? ഈ അച്ഛന്മാർ ഈ ചെയ്യുന്ന വൃത്തികേട് മണി എന്ത് കണ്ടിട്ടാണ്, ഏത് ടെക്നോളജി ഉപയോഗിച്ച് കണ്ടിട്ടാണ് ഈ പ്രവൃത്തികൾ? ഇന്നത്തെ സ്ത്രീകൾ ഗർഭിണിയാകുന്ന, അച്ഛന്മാർ ഗർഭിണിയാക്കുന്ന സ്ത്രീകളെ നമ്മൾ കാണുന്നൊരു വാർത്തയിൽ, ഞാൻ പറയുന്നതല്ല. അപ്പോൾ ഇതുപോലെ സഭ നശിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇവരുടെ ബുദ്ധി, ജ്ഞാനം, ബോധം എവിടെയാണ് ഉള്ളത്? അപ്പം ഞാൻ ചോദിക്കുന്നത് തെറ്റാണോ? കത്തോലിക്ക സഭയ്ക്ക് എവിടെയാണ് ബോധം ഉള്ളതെന്ന് ഞാൻ ചോദിച്ചാൽ തെറ്റാണ്. ഇത് ഇവർ തന്നെ പറയുന്നുണ്ട്. ഇതിനകത്ത് ഈ പുസ്തകത്തിൽ ഇവർ തന്നെ പറയുന്നത് ഉപയോഗിക്കരുത്, തെറ്റാണ് ഉപയോഗിക്കരുത്. ക്രിസ്തീയ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയിൽ ഈ സുവ്യക്തമായിട്ട് ഇതിന് മാറ്റി നിർത്തണം പറഞ്ഞിരിക്കുന്നത് ആണോ? അപ്പോൾ എൻ്റെ പൊന്നു സഹോദരരെ, ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇതെല്ലാം പഠിച്ചിട്ടാണ് അവർ, സഭയെ പഠിച്ചിട്ട്, മതബോധന ഗ്രന്ഥത്തെ പഠിച്ചിട്ട്, സുവിശേഷം പഠിച്ചിട്ട്, ദാർശനികത പഠിച്ചിട്ട്, ജ്ഞാനം ആർജിച്ചിട്ട്, കർത്താവ് പരിശുദ്ധാത്മാവ് എന്ന ജ്ഞാനത്തെ അനുഭവിച്ച് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ കയറിയിരുന്ന് കുറേ അങ്ങ് സംസാരിക്കുന്നതായിരിക്കുന്നു. അല്ല പ്രിയ സഹോദരൻ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് കമൻറ്റ് വിടണം നിങ്ങൾ. അത് പറഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾ അംഗീകരിക്കരുത്, നിങ്ങളുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞത്. കർത്താവേ, പ്രിയ സഹോദരി, ഞാൻ പറയാണ്, ഞാൻ എൻ്റെ മരണത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടി കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായ 4 മരണത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ് പറഞ്ഞത്. 4 തരത്തിലുള്ള മരണം. നിദ്ര, മരണനിദ്ര, റാപ്ചർ, ഇപ്പോൾ മുതൽ കർത്താവിൽ മതിയായിരുന്ന ഭാഗ്യവാന്മാർ. അപ്പോൾ ഒരു വിഷയം മരണനിദ്രയായിരിക്കും എനിക്ക് കിട്ടുന്നത്. കിട്ടിക്കൊള്ളട്ടെ.
ക്രിസ്തുവിന് വേണ്ടി മരിക്കുക എന്നുള്ളതാണ്. അതാണ് സത്യവും സുവിശേഷവും. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഇനി ഇപ്പോൾ മുതൽ ഞാൻ മൃതിയാണ്, ഇപ്പോൾ മുതൽ കർത്താവിന് മൃതിയാണെന്ന് ഭാഗ്യമാണ്. ഇപ്പം ഞാൻ മരിച്ചോട്ടെ, ഞാൻ ഈ ലോകത്ത് പോയിക്കോട്ടെ, ഞാൻ മൃതി കർത്താവിന് മൃതിയാണെന്ന് എത്ര സുവിശേഷം ലോകത്തിന് കൊടുത്ത് വിശുദ്ധോടെ. ഞാൻ പ്രിയ സഹോദരൻ, ഈ ഗീതാ റീത് അല്ലെങ്കിൽ ജെസ്സി തോമസ്, മൈ ലോഡ് മൈ ഗോഡ്, ജെസ്സി തോമസ്, ഇവരൊക്കെ നല്ല കമൻറ്റ് വിട്ടത്. അതായത് നിങ്ങൾക്ക് കുറേ ശരിയും കുറേ തെറ്റാണ് പറയുമ്പോഴും ഞാൻ എന്താ ചെയ്യുന്ന അറിയാൻ പ്രിയപ്പെട്ടെ, ഞാൻ ഇപ്പോൾ മുതൽ കർത്താവിന് മൃതി അടയാൻ തയ്യാറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഏത് വിഷയം ഞാൻ മരിച്ചാലും, ഞാൻ ഈ ലോകത്ത് പോയാലും കർത്താവിലെ മതിയായിരുന്നു. കാരണം കർത്താവ് ഈ വചന ശുശ്രൂഷ തുടങ്ങുന്നത് തന്നെ എനിക്ക് പ്രധാനപ്പെട്ട നല്ലൊരു വചനപോഷണ ഒരു വൈദികൻ്റെ അടുത്ത് പോയി ഇതിൻ്റെ ഉപദേശങ്ങളെല്ലാം ചോദിച്ച് അതിൻ്റെ സംഗതിയെല്ലാം പഠിച്ച് ശരി ഞാൻ സംസാരിക്കണമോ പ്രാർത്ഥിക്കണമോ എന്ന് ചോദിച്ചിട്ടാണ്. അതുപോലെ തലശ്ശേരി രൂപതയിലെ ബിഷപ്പിൻ്റെ അടുത്തൊക്കെ പോയി കാര്യങ്ങൾ സംസാരിച്ച ശേഷമാണ് നിങ്ങളുടെ പറഞ്ഞത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അതിനേക്കാളെ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ 2 തിമോഥെയോസ്കാർക്ക് ലേഖനം 3-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പറയുന്നു. അതാണ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. അവർ നമ്മുടെ കേരള സഭയെ നമ്മൾ മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ബസിലിക്ക പള്ളികൾ, 20 കോടി രൂപയുടെ പള്ളികൾ, കേരളത്തിലെ AC ചെയ്ത പള്ളികൾ, എത്രയോ പള്ളിമുറികൾ എല്ലാം ഉണ്ട്. ഈ പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥനയും കുർബാനയും ആരാധനയൊക്കെ കേട്ട് കഴിഞ്ഞ് എന്തു രസമാണ്. അതൊക്കെ കണ്ട ഭക്തിയുടെ ബാഹ്യരൂപം വളരെ ക്ലിയറാണ്, ശരിയാണ്. എന്നാൽ അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. എന്താണ് ഈ ചൈതന്യം? അതിൽ അന്തർലീനമായിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള പരിശുദ്ധാത്മാവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, എടുത്ത് ദൂരെ എറിഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ സഭ മുന്നോട്ട് പോകുന്നത്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുമോ? അതെ, ഭക്തിയുടെ ഭാഗ്യരൂപമുണ്ട്. ഭാഗ്യ പള്ളിയുണ്ട്, പള്ളിമുറിയുണ്ട്, അച്ഛന്മാരുണ്ട്, കുർബാനയുണ്ട്, പാട്ടുണ്ട്, എല്ലാം ഉണ്ട്. അതിൽ അന്തർലീനമായിരിക്കുന്ന അതാ ഞാൻ കഴിഞ്ഞ വർഷം ചുരിദാറും റാപ്ചറും മഞ്ഞ ക്ലാസ് ഇട്ടിരുന്നു. ചുരിദാർ ഇട്ടുകൊണ്ട് ദേവാലയത്തിൽ വന്ന് കുർബാന കണ്ട് സ്വീകരിച്ച് പോയിരിക്കുന്നത് ഭക്തിയുടെ ബാഹ്യരൂപമാണ്. അതിൻ്റെ പരിശുദ്ധാത്മാവിടെ ഉണ്ടോ? വിലാപം 1:9 അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു. അശുദ്ധിയുള്ള ഈ സ്ത്രീ ഈ വസ്ത്രം ഇട്ടുകൊണ്ട് വന്ന് കുർബാന സ്വീകരിച്ചാൽ ആ സ്ത്രീയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു ചെല്ലുമോ? അവർ ചൈതന്യത്തെ നിഷേധിച്ചു. അപ്പോൾ ഇത് നിഗൂഢമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. വരും നിങ്ങൾ കമൻറ്റ് വിട്ടോ, ഞാൻ സ്വീകരിക്കും. എനിക്ക് സന്തോഷമാണ്. നിങ്ങൾ എത്ര മോശം കമൻറ്റ് വിട്ടാലും സന്തോഷത്തിൻ്റെ സന്തോഷമേ ഉള്ളൂ. അത് കേൾക്കുമ്പോൾ എൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ കിടന്ന് പെട്ടയ്ക്കും. എന്നിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രാവൻ്റെ ഹൃദയത്തിൽ കിടന്ന് പെട്ടയ്ക്കും. അത് എനിക്ക് കേൾക്കാം. അതിൻ്റെ ബാഹ്യസ്മരണമാണ് പ്രിയ സഹോദരൻ നിങ്ങൾ കേൾക്കുന്നതും കാണും. അതുകൊണ്ട് കർത്താവിനോട് പറയും, ഈ വചനത്തിൻ്റെ തെളിവ് വെച്ച് നീ പറഞ്ഞു കൊടുക്ക്. അതുകൊണ്ടാണ് മതബോധന ഗ്രന്ഥം. ഈ മതബോധന ഗ്രന്ഥം കത്തോലിക്ക സഭ ഇറക്കിയതാണ്. ഇതിൻ്റെ ഡോക്ടർ ഉപ്പാണി അച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ടായിരുന്നു എറണാകുളത്തുള്ള അച്ഛൻ, കാക്കനാട് അച്ഛൻ്റെ ആ ധ്യാനം ഞാൻ കൂടിയിട്ടുണ്ട്. അവിടെ ഈ മതബോധന ഗ്രന്ഥം വെച്ചുകൊണ്ടാണ് അച്ഛൻ അന്ന് ക്ലാസ് എടുത്തിരുന്നത്. 8-10 വർഷങ്ങൾ മുമ്പ്. അന്ന് അവിടെ വെച്ച് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിന്ന് മേടിച്ചതാണ് ഈ മതബോധന ഗ്രന്ഥം. അത് അവർ തയ്യാറാക്കിയതാണ്, ഡോക്ടറുള്ള അച്ഛന്മാർ. അപ്പോൾ അത്തരം നല്ല ഡോക്ടറുടെ അച്ഛന്മാർ തയ്യാറാക്കിയ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇത് ഉപയോഗിക്കരുതെന്നും ദൈവരാജ്യത്തെ വളർച്ചയിൽ ഇത് ശരിയില്ലെന്നും അവർ തന്നെ പറഞ്ഞിട്ട് ഇന്ന് കത്തോലിക്ക സഭയിലെ പുരോഹിതരുടെ കീശ കിടക്കുന്ന മൊബൈൽ ഫോണിൻ്റെ പണം എത്രയാണെന്ന് ആലോചിച്ചു. 20,000, 50,000, 1 ലക്ഷം, 1.5 ലക്ഷം ഒക്കെ ഉള്ള വലിയ ഫോണുകൾ ഉപയോഗിക്കരുത്. ദൈവരാജ്യ വളർച്ചയിൽ സുഭിക്തമായിട്ട് മാറ്റി നിർത്തുന്നത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛന്മാർക്ക് വിവരമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും വിവരമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് വിവരമാണ് ഇവർക്കെല്ലാം ചോദിച്ചിട്ടുണ്ടെന്ന് കൂട്ടിക്കോ. എന്നാൽ പോലും ഇവർ കാണിക്കുന്ന വിവരക്കേട് എന്താണ്? ഇത് ക്ലാസ് കേൾക്കുന്നവർ മനസ്സിലാക്കുക. അത് അടുത്ത് ബൈജോ തോമസ്, മാർപ്പാപ്പയുടെ അപ്രമാദിത്വം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വിശ്വാസ സത്യങ്ങൾ പുറത്തിറക്കിയെന്നും അത് വിശ്വസിക്കേണ്ടതെന്നും അതേ അപ്രമാദിത്വം ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ബൈജോയോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളതാണ്. ഇതാണ് ചോദ്യം ചോദിക്കാനുള്ളത്. കത്തോലിക്ക സഭ 2027 കാലഘട്ടങ്ങൾ വരുമ്പോഴേക്കും സ്വർഗഭോഗത്തെ സഭ അംഗീകരിക്കും. അതിൻ്റെ വ്യാഖ്യാനം വരുന്നത് ഇങ്ങനെയാണ്. ഭോഗം വിവാഹം എന്ന് പറയുന്നത് പാപമാണെങ്കിൽ പാപികളെ സ്നേഹിക്കുന്ന ക്രിസ്തുവാണ് ക്രിസ്തു. പാപത്തെ വെറുക്കുന്നു, പാപികളെ സ്നേഹിക്കുന്നു. അപ്പോൾ സ്വർഗഭോഗം എന്ന തിന്മ ചെയ്യുന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്ന തിന്മയാണ്, പാപമാണ്. പക്ഷേ ദൈവം അതിനെ വെറുക്കുന്നു. പക്ഷേ ആ 2 പുരുഷന്മാർ ശരിയാ, യാതൊരു തെറ്റും. 2 സ്ത്രീകൾ കല്യാണം കഴിക്കേണ്ടി, സ്ത്രീയും കൂടെ കല്യാണം കഴിക്കേണ്ടി വന്നാലും ശരിയാണ്. അവർ പാപത്തെ വെറുത്താൽ മതി. ഈ വ്യക്തികളെ നമ്മൾ വെറുക്കണ്ട. അതുകൊണ്ട് കല്യാണം നടത്തി കൊടുത്തേക്കാൻ നമ്മുടെ സഭ അംഗീകരിക്കുന്ന കാലം വരാൻ പോകുന്നു. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ അതിൻ്റെ യൂട്യൂബിൽ എടുത്ത് ഗൂഗിൾ നോക്കി സെർച്ച് ചെയ്താൽ ഇപ്പം തന്നെ സഭ പലതും അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു.
മറ്റൊന്ന്, ഈ എന്ന ബിജോയ് എന്ന സഹോദരൻ എനിക്ക് ചോദിക്കാനുള്ള വേറെ ചോദ്യം ഇതാണ്. പിന്നെ ഇവിടെ നമ്മുടെ 2029 എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? 666 എന്ന സംഖ്യ ലോകം ചിപ്പായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. അത് 666 സ്വീകരിക്കാത്തവരെ ലോകം വെറുക്കുകയല്ല, വെടിവെച്ചുകൊള്ളുന്ന കാലം വരും. ചെറിയവരും വലിയവരും ധനികരും ദളിതരും സ്വതന്ത്രരും അസുതരുമായ എല്ലാവരും നെറ്റിയിലോ കയ്യിലോ കൈപ്പത്തിയിലോ മുദ്ര സ്വീകരിക്കണമെന്നും 666 എന്ന സംഖ്യയാണ് അതിൻ്റെ ഇതൊന്നും അത് സ്വീകരിക്കാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമായിരിക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ബൈബിൾ വെളിപാടിൻ്റെ പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് കൊടുക്കൽ വാങ്ങലിനായിട്ട് ഇത് സ്വീകരിച്ചാൽ അവർ ക്രിസ്തുവിൻ്റെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ എരിയുന്ന തീയിൽ, അതായത് അഗ്നിതടാകത്തിൽ അവൻ്റെ മുമ്പാകെ ആ അഗ്നിതടാകത്തിൽ പതിക്കുമെന്നൊക്കെ വെളിപാടിൻ്റെ പുസ്തകം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കത്തോലിക്ക സഭ എന്തായിരിക്കും പ്രഖ്യാപിക്കാൻ പോകുന്നത്? ഇത് ഉത്തരവെന്ന് സഭ പറയുമോ ഇല്ലയോ? ബിജോയുടെയാണ് ചോദ്യം വരുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ പറയാം. അതിന് ചിലപ്പം വിജയം പറയാം, അത് ചിലപ്പം കുത്തുമെന്നോ കുത്തിയെന്നോ പറയാം. ഇപ്പോൾ തന്നെ നമ്മുടെ സഭയിൽ ഇതിൻ്റെ എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു കഴിഞ്ഞു. 2029 എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വ സഭയിൽ തന്നെ വത്തിക്കാനിൽ തന്നെ എതിർ ക്രിസ്തു അധികാരത്തിൽ വരും 2029. അപ്പോൾ കാണാൻ ബിജോയ് ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ അപ്രമാദിത്വം ഉപയോഗിച്ചുകൊണ്ട് മാർപ്പാപ്പ പറയും, നിങ്ങളിതെല്ലാം കുത്തിക്കോ, 666 ചിപ്പ് എന്ന് പറയുന്ന പ്രശ്നമൊന്നുമില്ല, അതൊരു വിഷയമൊന്നുമില്ല, കർത്താവ് നമ്മുടെ കൂടെ ഇല്ലേ, പിന്നെന്താ പ്രശ്നം എന്ന് പറയും. ഇതെല്ലാം വരാൻ പോവാ ബിജോയ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാണ്. ഇനി അപ്രമാദിത്വം, അവിടെ ഇത്തരം അപ്രമാദിത്വം ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അവിടെ കുത്തിക്കോ നിങ്ങൾ കേട്ടോ, നമുക്കെല്ലാം കൂടെ 666 കുത്തിയിട്ട് പോവാം. അപ്പോൾ അറിയാം എന്താ സംഭവിക്കുന്നതെന്ന്. അപ്രമാദിത്വം അവിടെയും മാർപ്പാപ്പ ഉപയോഗിക്കും. ഓക്കെ. ഇനി നമ്മൾ മാതാവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ പലരും മാതാവിനെതിരെ പറഞ്ഞത് ശരിയായില്ല, അത് നിങ്ങളുടെ ക്ലാസ്സൊക്കെ ഞാൻ വിലമതിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ നിങ്ങളെ പറഞ്ഞതിൻ്റെ പുറത്ത് നിങ്ങളെ ഞാൻ അവജ്ഞയോടെ കാണുന്നു. ഓക്കെ, അവജ്ഞയോടെ കാണുന്നു, എനിക്ക് സന്തോഷമുള്ള പ്രശ്നമൊന്നുമില്ല. കാരണം വെച്ചാൽ എനിക്ക് 2016 ആദ്യമായിട്ട് കർത്താവിൻ്റെ ദർശനങ്ങൾ കിട്ടി തുടങ്ങി. ഇപ്പം ഞാൻ ക്ലാസ് ഇട്ടപ്പോഴാണ് ഇവർ ഇത് പറയുന്നത്. അപ്പോൾ അത്രയും കാലഘട്ടത്തിൽ കർത്താവ് ഇതെന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിൽ കർത്താവ് മാതാവിനെ ഞാനങ്ങനെ മാറ്റി നിർത്തി എന്നുള്ളതിന് പുറത്ത് കർത്താവിൻ്റെ ദർശനങ്ങളൊക്കെ കട്ടാക്കി കളയണമായിരുന്നു. ഉപയോഗിക്കാതെ എൻ്റെ ദർശനത്തെ കർത്താവ് മൂടിക്കളഞ്ഞിട്ട് നീ മാതാവിനെ എതിർക്കുന്നതുകൊണ്ട് നിന്നെ ഞാൻ ഈ ദർശനം തരികയില്ല, നിനക്ക് ജ്ഞാനം തരികയില്ല എന്ന് പറഞ്ഞ് ഈശോ എന്നെ ഒഴിവാക്കണമായിരുന്നു. അത് ഒഴിവാക്കിയിട്ടില്ല. ഇന്നും കർത്താവിൻ്റെ സന്ദേശം എനിക്ക് കിട്ടിക്കൊണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അറിയത്തില്ലാത്തൊരു നിഗൂഢ രഹസ്യം, സഭയ്ക്ക് അറിയത്തില്ലാത്തൊരു നിഗൂഢ രഹസ്യം, അല്ല സഭ പറയാത്തൊരു നിഗൂഢ രഹസ്യം ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം. അത് ബിജോയ് എന്ന സഹോദരന് വേണ്ടിയിട്ട് ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടിയാണ്, അല്ലെങ്കിൽ മൊത്തം ഒരു അഭിപ്രായത്തിന് വേണ്ടിയാണ്. മറിയത്തിന് സ്വസ്ത്രഗീതം, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 46-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, മറിയം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഒന്ന് ആത്മാവ്, ഒന്ന് ചിത്തം. ആദ്യം പറഞ്ഞ ആത്മാവാണ്. മറിയം പറയുകയാണ്, ആത്മാവാണ് പറയുന്നത്. ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അധരത്തിൽ കൂടെ മാതാവ് പറഞ്ഞു, എന്നെ മാതാവായിട്ട് ഈശോയുടെ രക്ഷാകര പദ്ധതിയിൽ അല്ലെങ്കിൽ ഈശോയ്ക്ക് ജന്മം കൊടുക്കണം മാതാവായിട്ട് തിരഞ്ഞെടുത്തത് എൻ്റെ ദൈവമാണ്, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുന്നു. എനിക്ക് ഈ ശരീരം തന്നത് എൻ്റെ ദൈവമാണ്, ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുന്നു. എന്നിൽ ഈ യേശു ക്രിസ്തു ഗർഭപാത്രത്തിൽ ഉരുവായത് ദൈവം അറിഞ്ഞുകൊണ്ടാണ്, ദൈവമാണ്, അതിന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെ ലോകത്തിൻ്റെ എല്ലാ ആളുകളും, മറിയം പറഞ്ഞു, എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന് പറഞ്ഞ ആ സ്ഥാനം എനിക്ക് തന്നത് എൻ്റെ ദൈവമാണ്, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുന്നു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും മാതാവിൻ്റെ അധരം ദൈവത്തെ, പിതാവായ ദൈവം, ആരായിരുന്നു പിതാവായ ദൈവം? സീനായ മലയിൽ ശബ്ദം, വെളിച്ചം, ഇടിമുഴക്കം, മേഘം, 4 വസ്തുരൂപത്തിൽ കണ്ട ആ ദ്രവ്യാവസ്ഥ. ഒരു വസ്തുവിൻ്റെ പൂർണ്ണാവസ്ഥയാണ് ദ്രവ്യാവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മനുഷ്യന് ദൃശ്യമല്ല, എന്നാൽ അദൃശ്യമാണ്, എന്നാൽ ദൃശ്യ വെളിച്ചത്തെ, ശബ്ദത്തെ നമുക്ക് കാണാം. അങ്ങനെ ഒരു വ്യക്തിരൂപമില്ലാതെ ശബ്ദം, വെളിച്ചം, ഇടിമുഴക്കമായിട്ട് കണ്ട പിതാവായ ദൈവത്തെ മാത്രമേ യേശുവിനെ അന്ന് മറിയം കണ്ടിട്ടില്ല. ആലോചിക്കണം, അതിനു മുമ്പാണ് ഈ മറിയം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അപ്പം മറിയത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ നിരന്തര ബന്ധം ഉണ്ടായിരുന്നു. അവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു, അവർ തമ്മിൽ ഐക്യത്തിലായിരുന്നു. ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആര്? മറിയം, നമ്മുടെ അമ്മ. അപ്പോൾ മറിയത്തിൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സംഭവം നമ്മൾ കേൾക്കുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ചിത്തം എന്ന് പറയുന്നത് മനസ്സ്. മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം എന്ന് പറയുന്നത്. ശരീരം, ബുദ്ധിയും മനസ്സും ചേരുന്നതാണ് ശരീരം.
ആത്മാവ് ഹൃദയത്തിലാണ്. അപ്പോൾ നമ്മുടെ ബുദ്ധിയും മനസ്സും ഉള്ളത് ശരിയാണ്. അപ്പോൾ ശരീരം, മാതാവിൻ്റെ ശരീരം എപ്പോഴും രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഈ മാതാവ് യേശുവിനെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് യേശയ്യാപ്രവാചകന്റെ പുസ്തകം, ഇവർ മതബോധന ഗ്രന്ഥം മതം പഠിക്കുമല്ലോ, ഇവർ ഹീബ്രു മൂലത്തിൽ ഇസ്രായേൽ ജനത്തിന് എഴുതിയ പഴയ നിയമ ഗ്രന്ഥങ്ങൾ മുതൽ ഈ എല്ലാ ജനങ്ങളും പഠിക്കുമ്പോൾ അവിടെ ഈ യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ യുവതി ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടണം, അവൻ ജനത്തെ വിമോചിപ്പിക്കും, ജനത്തെ അന്ധകാരത്തിൽ നീതിയിലേക്ക് പ്രവേശിക്കുന്നതൊക്കെ പറയുന്നുണ്ട്. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് പുസ്തകം തുറന്നപ്പോൾ യേശയ്യാപ്രവാചകന്റെ പുസ്തകം അവന് കിട്ടിയെന്നൊക്കെ പറയുന്ന ആ ഭാവമൊക്കെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ യേശയ്യാപ്രവാചകന്റെ പുസ്തകം മുതൽ മാതാവ് രക്ഷകൻ എന്നിൽ പിറക്കുമെന്ന് അറിഞ്ഞിരുന്നു. ഈ മതത്തിൽ അല്ലെങ്കിൽ ഈ ഗ്രന്ഥങ്ങളിൽ നിന്നും അറിഞ്ഞിരുന്നു. അപ്പോൾ മാതാവിൻ്റെ ശരീരം എപ്പോഴും രക്ഷകനായ ദൈവം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് മനസ്സിലും അതിനുശേഷം ഗർഭം ധരിച്ച് കുഞ്ഞായിട്ട് പുറത്തു വരുമ്പോഴാണ് മനുഷ്യ ശരീരത്തിൽ കാണുന്നത്. അതിനു മുമ്പ് മുതലേ യേശു ക്രിസ്തു എന്നിൽ വരുമെന്നും അത് പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശുവാണെന്നും അത് എന്നിൽ മഹത്വം പ്രാപിക്കുമെന്നും ഞാനാണതിന് അമ്മയായിട്ട് വരുന്നെന്നും ഒക്കെ ആര് കണ്ടിരുന്നു? മാതാവ് അറിഞ്ഞിരുന്നു. അപ്പോൾ രക്ഷകനായ യേശുവിൽ മാതാവ് അനുചരിക്കുന്നു. എന്നാൽ എനിക്ക് നിങ്ങൾ ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മൾ അമ്മയെ പരിശുദ്ധ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മധ്യസ്ഥമൊക്കെ ചോദിക്കുകയും വലിയ ആരാധനയും വലിയ മാതൃഭക്തിയും നമ്മൾ കാണിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആരാണുള്ളത്? മാതാവാണുള്ളത്. മാതാവിൻ്റെ ഹൃദയത്തിൽ ആരാണുള്ളത്? യേശുവാണുള്ളത്. ഇത് വലിയൊരു വിരോധാഭാസമാണ് പ്രിയപ്പെട്ടവരെ. ഇതൊരു വലിയ വിരോധാഭാസമാണ്. സഭയ്ക്കും സഭയിലെ വൈദികർക്കും നമ്മളിലും മാതാവ് പുണ്യമാണ്, വലിയ മഹത്വമാണ് മാതാവിനോട്. യേശു ക്രിസ്തു കൊടുക്കുന്നതിനേക്കാൾ മഹത്വം ആർക്കാണ്? മാതാവിൻ്റെ മുമ്പിൽ കത്തിക്കുന്നിടത്തോളം തിരിയും, മാതാവിനോട് പ്രാർത്ഥിക്കുന്നുള്ള മധ്യസ്ഥവും, മാതാവിനെ കാണിക്കുന്ന പോലെയുള്ള നേർച്ചകളും എല്ലാം മാതാവിനെ കുറിച്ച് പറഞ്ഞാൽ പോലും എല്ലാവർക്കും വിഷമമാണ്. എന്നാൽ മാതാവിലുള്ളത് എന്താണ്? ഒന്ന് ദൈവവും ഒന്ന് രക്ഷകനായി യേശു. നമ്മളിലുള്ള എന്താണ്? മാതാവ്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോസ്തലൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു ക്രിസ്തു എന്ന ഏക നാമം മാത്രം നൽകപ്പെട്ടിരിക്കുന്നു. പിന്നെ നമുക്ക് കർത്താവ് പറഞ്ഞേ, നിങ്ങൾക്കൊരു സഹായകനെ ഞാൻ തരും, പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ മധ്യസ്ഥൻ ആരാണ്? നിങ്ങൾക്കും സ്വർഗത്തിന് മുമ്പിൽ ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ്. ഈ വചനത്തിൻ്റെ ഒക്കെ വൈരുദ്ധ്യത്തിലേക്ക് പോവുകയാണ് നമ്മൾ വൈരുദ്ധ്യമുള്ള വചനമാക്കി രൂപാന്തരപ്പെടുത്തി മാതാവിനെ ആരാധിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. മാതാവിനെ നമ്മൾ ബഹുമാനിച്ചോ സ്നേഹിച്ചോ അതൊന്നും കുഴപ്പമില്ല. ഓരോരുത്തരുടെയും സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും താല്പര്യം അനുസരിച്ച് നമുക്ക് ഇഷ്ടപ്പെടാം. പക്ഷേ വചനമായിട്ട് നമ്മൾ പഠിക്കണം. വചനത്തിൽ കൂട്ടലോ കുറയ്ക്കലോ പാടില്ല. അതിന് അപ്രമാദിത്വമല്ല, അതിന് തല പോകുമെന്ന് പറഞ്ഞാലും ഇത് അറിയാവുന്ന ആളുകൾ അതിൻ്റെ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുന്നു. അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകം പറഞ്ഞ് ഈ വചനത്തിൽ നിന്ന് ഈ പുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വചനം എടുത്തു കളയുകയോ എന്തെങ്കിലും ഒരു വചനം കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നത് ശപിക്കപ്പെട്ടവനാകട്ടെ. നമ്മൾ പഠിക്കണം. പഠിച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ. ഇതൊക്കെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്നതാണ്. ഇനി പ്രിയപ്പെട്ട ഞാനൊരു സംഭവിച്ച കാര്യത്തെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെ നിങ്ങളൊരു ഉദാഹരണം ചെയ്ത് പറയാം. പെട്ടെന്ന് സംഭവിച്ചു പറയാം. ഒരു 5-8 വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ്. എൻ്റെ ഫോൺ നമ്പർ ആർക്കോ കിട്ടി. ഒരാൾ എന്നെ വീട്ടിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ക്ഷണിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ബ്രദറെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് ഒരു മുറി തുറന്ന് എന്നെ ഒരാളെ കാണിച്ചു. അപ്പോൾ ഒരു ബെഡിൽ ഒരമ്മ കിടക്കുകയാണ്. ആ അമ്മ ഈ പെൻസിൽ പോലെ, അതായത് ഈർക്കിലി പോലെ ഉണങ്ങി കരിഞ്ഞ് മരിക്കാറായി കിടക്കുകയാണ്. പക്ഷേ എന്താണ് പ്രശ്നം വെച്ചാൽ അമ്മയുടെ ശരീരം കിടന്ന് 5 വർഷമായിട്ട് അമ്മ മരണക്കിടക്കിൽ കിടക്കുകയാണ്. അങ്ങനെ മരണക്കിടയിൽ കിടക്കുന്ന അമ്മ മരിക്കുന്നില്ല. അമ്മ തന്നെ പറഞ്ഞു, മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ മരിച്ചു പോട്ടെ, എൻ്റെ ശരീരം എല്ലാം പൊട്ടാൻ തുടങ്ങി, നിങ്ങൾ ശുശ്രൂഷ മടുത്തു. അത് വർഷങ്ങൾക്ക് മുമ്പാണ് പറയാം. മരിക്കാറായപ്പോൾ അമ്മയ്ക്ക് ശബ്ദിക്കാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല, അല്പം മാത്രമേ സംസാരിക്കാനോ കാണാനോ പറ്റുന്നുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഈ സഹോദരൻ, മൂത്ത മകൻ പോയി ഇടവക വികാരി അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു. അച്ഛനോട് പറഞ്ഞ അച്ഛാ, ഈ അമ്മ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി അച്ഛനൊരു ശുശ്രൂഷ ചെയ്യണമെന്ന്. അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു. അതിനുശേഷം 3 മാസം കഴിഞ്ഞിട്ടും അമ്മ മരിച്ചിട്ടില്ല. അങ്ങനെ അവരുടെ ബന്ധത്തിൽപ്പെട്ട കുറച്ച് ദൂരെയുള്ള 2 അച്ഛന്മാരുണ്ടായിരുന്നു. ആ 2 അച്ഛന്മാരും കൂടി ഈ വീട്ടിൽ അമ്മയുടെ അടുത്ത് വന്നു. അവരും അവരെ കഴിയുന്ന രീതിയിൽ അകന്ന ബന്ധത്തിൽപ്പെട്ട ആളല്ല, ബന്ധത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവരുടെ അച്ഛന്മാരാണല്ലോ, അവരും പ്രാർത്ഥിച്ചു കടന്നുപോയി. വീണ്ടും 1 വർഷം കൂടി കടന്നുപോയി. എന്നിട്ടൊന്നും ഈ അമ്മ മരിക്കുന്നില്ല. അങ്ങനെ ഈ അമ്മയുടെ ശരീരമെല്ലാം പൊട്ടി വ്രണമായിട്ട് അമ്മ മരിക്കാൻ വേണ്ടി നിലവിളിക്കുകയാണ് ഈ വേദന കൊണ്ട്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ് ഈ അമ്മ മരിക്കാൻ വേണ്ടി. അമ്മ മരിക്കുന്നില്ല. അങ്ങനെ ആരോ പറഞ്ഞ് എൻ്റെ നമ്പർ കിട്ടി. ഞാൻ അവിടെ ചെന്നു, കണ്ടു. ഞാൻ കണ്ണുകളടച്ച്, എന്നോട് പറഞ്ഞ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈശോയെ
സന്ദേശം തരണമേ, എന്തുകൊണ്ടാണ് അമ്മ മരിക്കാത്തത് എന്നോട് സംസാരിക്കണമേ, അവിടുന്ന് കാണിച്ചു തരണമേ, ഈ അമ്മയ്ക്ക് നല്ലൊരു മരണം കൊടുത്ത് ഈ അമ്മയെ സ്വർഗത്തിലേക്ക് അവിടുന്ന് സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കണ്ണുകളടച്ച് സ്തുതിച്ച് യേശുവേ ആരാധന പറഞ്ഞ് സ്തുതിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു അടയാളം എൻ്റെ കർത്താവ് കാണിച്ചു തന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഒരു പച്ച കളറുള്ള ഒരു ആധാരം എന്നെ കാണിച്ചു. അത് പച്ച കളർ, അതെന്നെ ഇങ്ങനെ തുറന്ന് കാണിച്ചു ആ ദർശനത്തിൽ. ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. എന്നോട് ഈ ആധാരവുമായിട്ട് ഈ അമ്മയ്ക്ക് എന്താ ബന്ധമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പ്രാർത്ഥന നിർത്തി ഈ അടുത്തിരിക്കുന്ന മകനോട് ചോദിച്ചു, ചേട്ടാ ഈ ഒരു പച്ച കളറുള്ള ആധാരമായിട്ട് ഈ അമ്മയ്ക്ക് എന്താണ് ബന്ധമുള്ളത്? അപ്പോഴാണ് ഈ മകൻ പറഞ്ഞത്, ബ്രദറെ ഇരിക്കുക, ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൻ മരിച്ചു പോയി. അപ്പോൾ അപ്പൻ്റെ സ്വത്ത് 5-8 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. ആ സ്വത്ത് അമ്മയുടെ പേരിൽ വന്നു. അമ്മയത് കുറേ കൈവശം വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും കുറേ മൂത്ത മകനെ എഴുതി കൊടുത്തു. അപ്പോൾ ഈ മൂത്ത മകളെ കെട്ടിക്കുന്ന കാലത്ത് 40 വർഷം മുമ്പാണ് ആ ഈ കൊച്ചിനെ കെട്ടിച്ചു വിടുന്നത്, ഈ പെൺകൊച്ചിനെ കെട്ടിച്ചു വിടുന്നത്. അവളെ അങ്ങനെ കെട്ടിച്ചു വിടുന്ന സമയത്ത് 1 ഏക്കർ സ്ഥലവും അന്ന് 10,000 രൂപയും 40 വർഷം മുമ്പാണല്ലോ കെട്ടിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ സമ്പത്ത് കൊടുത്തു. 1 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞ് കെട്ടിച്ചു വിടും. പക്ഷേ പിന്നീട് ഈ സ്ത്രീയെ കല്യാണം കഴിച്ചു പോയ കുഞ്ഞിന് സ്ത്രീക്ക് 4 കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ ആ കുഞ്ഞുങ്ങൾ വളർന്ന് UK പോകാനായി വന്നപ്പം വിസയ്ക്കൊക്കെ ആയിട്ട് പൈസയ്ക്ക് വളരെ വിഷമം വന്നു. അപ്പോൾ ഈ മകൾ ഓടി അമ്മയുടെ അടുത്ത് വന്നു, ഇങ്ങനെ പണം വേണം, കുറച്ച് പൈസ വേണം, എനിക്ക് സ്ത്രീധനമായിട്ട് തരാമെന്ന് പറഞ്ഞ് 1 ഏക്കർ സ്ഥലമുണ്ടല്ലോ അത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മയ്ക്കും കൊടുക്കാൻ താല്പര്യമില്ല, ഈ മൂത്ത മകനും കൊടുക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഉള്ളപ്പോൾ വന്നപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് പലപ്പോഴായിട്ട് വരവും പോക്കുമായി. അങ്ങനെ ആ കുടുംബത്തിൽ സംഘർഷാവസ്ഥ വന്നു. അപ്പോൾ ഈ 1 ഏക്കർ സ്ഥലം ഇപ്പോൾ, അതായത് ഈ 8 വർഷം മുമ്പ് പഴയ കാലത്തൊരു ടാറിങ് പോലും ഇല്ലാത്ത റോഡിൻ്റെ മുമ്പിൽ കൂടെയായിരുന്നു ഈ സ്ഥലം കിടന്നിരുന്നത്. ഇപ്പോൾ ആ 1 ഏക്കർ സ്ഥലത്തിന് 1.5 കോടി 2 കോടി രൂപ വില വരും. ഒരു ടൗണിൻ്റെ അടുത്താണ് സംഭവം ഉള്ളത്. അപ്പോൾ അത്രയും വില വരുന്ന ആ സ്ഥലം ഇപ്പോൾ അവർക്ക് കൊടുക്കാൻ മടിയാണ്. അമ്മയോട് പറഞ്ഞാൽ അതവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചിന് ഈ മകള് വരുമ്പോൾ 1 ലക്ഷമോ 2 ലക്ഷമോ അല്ലെങ്കിൽ 50,000 ഇരുപത്തി കൊടുത്തു വിടും. അങ്ങനെയായിട്ട് ഈ പ്രശ്നം വളരെ രൂക്ഷമായിട്ട് ആ പ്രശ്നത്തിൽ അവർ വലിയ സംഘർഷവും വീട്ടിൽ വലിയ അസ്വസ്ഥതയൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ സംഭവമാണ് കർത്താവ് കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മകനോട് പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്യേ, ഈ മകളെ വിളിക്ക്, നിങ്ങളിരിക്കുക, അമ്മയ്ക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ നല്ല ഉറക്കെ അമ്മയുടെ അടുത്തിരുന്ന് ഈ പ്രശ്നത്തെ പറഞ്ഞ് പരിഹരിക്കുക. നിങ്ങൾ ഈ മൂത്ത മകൾക്ക് കുറച്ച് പൈസ, അല്ലെങ്കിൽ കുറച്ച് മുകൾ ഭാഗത്തായിട്ട് ഒരു 10 സെൻറ്റോ 20 സെൻറ്റോ സ്ഥലം, അല്ലെങ്കിൽ അത് വിറ്റാ കിട്ടുന്ന പൈസ, അങ്ങനെ എന്തെങ്കിലും ഒരു പണം, ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ 15 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെ സമ്പത്തുണ്ട്, ധാരാളം പൈസ ഒക്കെ ഉള്ളവരാണ്. അങ്ങനെ ആ 1.5 കോടിയുടെ സ്ഥലം കൊടുത്താൽ ഈ വീടുമായിട്ടുള്ള പ്രശ്നം, മറ്റൊരു വീട് അവിടെ വന്നാൽ വലിയ പ്രശ്നമുണ്ടാവും, അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പൈസ കൊടുത്ത് ധാരണയായി പറഞ്ഞ് സെറ്റിലായി സന്തോഷമായി ഈ പ്രശ്നത്തെ പരിഹരിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ബന്ധനം പൊട്ടും. അങ്ങനെ ബന്ധനം പൊട്ടിയാൽ അമ്മ മരിക്കും. അമ്മയുടെ ആത്മാവ് ശാന്തി പ്രാപിക്കുമ്പോൾ അമ്മയിലോത്ത് പോയിക്കൊള്ളും. അവണെങ്കിൽ പേടിക്കേണ്ട, ഈ പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞു. അങ്ങനെ പരിഹരിക്കാൻ പറഞ്ഞ് ശരി, അദ്ദേഹം സംഭവിച്ചു. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് പോകുന്നു. അപ്പോൾ ഇത് പരിഹരിച്ചിട്ടുണ്ട്. പിന്നീട് 16 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അമ്മ മരിച്ചതായിട്ടാണ് പിന്നീട് റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ എന്താണ് അതിന് സംഭവം? പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ അടുത്ത മാതാവിൻ്റെ കൊന്തകിടപ്പുണ്ട്, അവിടെ സന്ധ്യാപ്രാർത്ഥനയുണ്ട്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്, ഒക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആ അമ്മയുടെ ആത്മാവിലെ ബന്ധനത്തെ, അതായത് അമ്മയുടെ തിന്മയെ ഈ മാതാവിന് ബന്ധിച്ച് ബഹിഷ്കരിച്ച് സ്വർഗത്തിലേക്ക് ഈ ആത്മാവിനെ കൊണ്ടുപോകാനുള്ള യോഗ്യത മാതാവിനില്ല. നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. പാപമോചനം അഥവാ തിന്മയിൽ നിന്നുള്ള വിടുതൽ കൊടുക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തമാണ്. മറ്റൊന്നിനും ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെയും പാപത്തെയോ തിന്മയോ ബന്ധിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും അധികാരമുള്ള ഒരു വ്യക്തിയുമില്ല. ഒരു വ്യക്തിയും ലോകത്ത് ഇന്ന് വരെ വന്നിട്ടില്ല. അത് യേശു ക്രിസ്തു കാൽവരിയുടെ മലയിൽ, കാൽവരവിൽ കർത്താവിൻ്റെ മുമ്പിൽ ഇവിടെ കുരിശിൽ കിടന്നുകൊണ്ട് ആ തിരുരക്തം കുരിശെ കൂടെ ഒഴുകി നിലത്തിറങ്ങി ഇവിടെ വന്ന്, അവർക്കറിയാം, കയ്യിൽ നിന്നും രക്തത്തുള്ളിൽ ഇറ്റിറ്റ് മണൽ തരികളിലേക്ക് കാൽവരിയുടെ മലയിൽ കർത്താവിൻ്റെ തിരുരക്തം ചിന്തിക്കൊണ്ടാണ് ഓരോ മനുഷ്യനും പാപത്തിൻ്റെ മറുവിലയായി സ്വന്തം ജീവനെ കൊടുത്തുകൊണ്ട്, സ്വന്തം രക്തത്തെ കൊടുത്തുകൊണ്ട്, സ്വന്തം ശരീരത്തെ മറ്റുള്ളവർക്ക് പീഡനത്തെ വിട്ടുകൊടുത്തുകൊണ്ടാണ് സർവശക്തനായ ദൈവം നമുക്ക് പാപമോചനം തരുന്നതെങ്കിൽ മാതാവാണോ പാപമോചനം തരുന്നത്? എന്തുകൊണ്ട് മാതാവ് അവിടെ ഉണ്ടായിട്ടും പ്രാർത്ഥിച്ചിട്ടും അവിടെ അമ്മയ്ക്ക് വിടുതൽ കിട്ടി മരിക്കാൻ പറ്റിയില്ല? ഇതുപോലെ പ്രിയപ്പെട്ടവർ, ഇതുപോലൊരു കുറേ ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ കുറേ ഉദാഹരണം. പക്ഷേ ഇപ്പോൾ എല്ലാം നിങ്ങളും അത് പറയേണ്ട ആവശ്യമില്ല, അത് പറയാനുള്ള സമയമില്ല. അതല്ല എൻ്റെ ദൗത്യം. എൻ്റെ യേശുക്രിസ്തു രണ്ടാമത്തെ വരവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരുക്കം നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യവും എൻ്റെ ഉദ്ദേശവും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയാം. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, മാതാവിനെ നമുക്ക് ഇഷ്ടപ്പെടാം, മാതാവിനോട് ചേർന്ന് നിന്നോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാതാവിന് ആരാധന കൊടുക്കാനും പാപമോചനം മാതാവിൽ നമുക്ക് ലഭിക്കുകയില്ല, ആരാധന കൊടുക്കാനും പാടില്ല. ഇത് രണ്ടുമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. മാതാവിൽ വിശ്വസിക്കുന്നവർ എല്ലാവരും പാപമോചനത്തിന് അർഹരാണോ? അല്ല. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. മരിച്ച് നമ്മൾ
മരിച്ചു, നമ്മുടെ ആത്മാവ് മരിച്ചു. അല്ലെങ്കിൽ ഞാനൊരു ചീത്ത പടം ഇന്ന് കണ്ടു, ഈ മൊബൈൽ ഫോണിൽ ചീത്ത പടം ഉപയോഗിച്ച് കണ്ടു, നാളെ ഞാൻ മരിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ ആത്മാവ്, ഞാൻ മാതാവിൻ്റെ ക്ലാസ് എടുക്കുകയും നല്ല ശുശ്രൂഷയൊക്കെ ചെയ്യും, മാതാവിനെ ഇഷ്ടപ്പെടുകയൊക്കെ ആളായിരുന്നു വിചാരിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ കർത്താവിന് പിറ്റേ ചെല്ലുമ്പോൾ മാതാവ് എന്ന് പറയുകയാണ്, ഈ മകൻ എന്നെ സ്നേഹിക്കുന്ന മകനായിരുന്നു ഈശോയെ, അതുകൊണ്ട് ഇവന് ചില ചീത്തപ്പടമൊക്കെ ഇത് കണ്ടിട്ടുണ്ട്, പക്ഷേ സാറില്ല, ഇവൻ്റെ ആത്മാവിനെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുവന്നാൽ യേശു ക്രിസ്തു ക്ഷമിക്കുമോ? പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ തിന്മയെ യേശു ക്രിസ്തു ക്ഷമിച്ച്, ശരി മാതാവ് പറഞ്ഞതാണ്, ഞാൻ ക്ഷമിച്ചേക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് പോകുമോ? ഇല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം തിന്മയിൽ നിന്ന് മോചനത്തിന് യേശു തിരുത്തമാണ്. അത് ഭൂമിയിൽ നിന്ന് തന്നെ നമ്മൾ സ്വായത്തമാകണം. അപ്പം മാതാവിനുള്ള ഭക്തിയൊക്കെ കൊള്ളാം, അതൊക്കെ നല്ലത് തന്നെയാണ്. മാതാവിനെ തള്ളിക്കളയണമെന്ന് ഞാൻ പറയുന്നില്ല, തള്ളിക്കളയാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, പക്ഷെ ഞാൻ എന്ന വ്യക്തി മാതാവിന് ആരാധന കൊടുക്കുന്ന ആളല്ല, മാതാവിനെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളാണ്. കാരണം യേശുവിൻ്റെ അമ്മയാണ്, സഭയുടെ അമ്മയാണ്, അത്ര റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്തിരിക്കുള്ള പ്രിയ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നത്, പാപമോചനം സംഭവിക്കുന്നത്, ബന്ധനങ്ങൾ പൊട്ടി ആത്മാവ് സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുന്നത്, അതിന് യേശു ക്രിസ്തു തിരുരക്തം അഥവാ പരിശുദ്ധ കുർബാന ഉപയോഗിക്കാവുന്ന കുംഭസാരം, യേശുവിന് വചനങ്ങളാണ്, യേശുവിൻ്റെ ജീവനുള്ള വചനങ്ങളാണ് ഓരോ വ്യക്തിക്കും പാപമോചനം തരുന്നതും നിത്യജീവൻ വാഗ്ദാനം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു എന്ന ഏകനാമം മാത്രമേ രക്ഷയ്ക്കാൻ നൽകപ്പെട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു സഹായനെ നൽകും, പരിശുദ്ധാത്മാവ്. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പഠിപ്പിക്കും. അവൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി നിങ്ങളെ അറിയിക്കും. ഇതൊക്കെ പറഞ്ഞതും തന്നതും പരിശുദ്ധാത്മാവാണ് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കമൻറ്റ് വിടണം. നിങ്ങൾ ഇഷ്ടമുള്ള കമൻറ്റ് വിട്ടു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാനിപ്പം പറഞ്ഞതുകൊണ്ട് ഇനി കമൻറ്റ് വിടുന്നില്ല എന്നൊന്നും നിങ്ങൾ തീരുമാനിക്കേണ്ട. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ചോദിച്ചുള്ള കമൻറ്റ് വിട്ടുള്ള ഏത് കമൻറ്റും ഞാൻ സ്വീകരിക്കും, എനിക്കിഷ്ടമാണ്. കാരണം നിങ്ങൾ ക്ലാസ് കേൾക്കുന്നു, അതിന് സംശയം ചോദിക്കുക എന്നുള്ളത് ന്യായം യുക്തവുമാണ്. അതും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ, സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇറാൻ എന്തുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല, മൂന്നാം ലോകമഹായുദ്ധം എന്തുകൊണ്ട് പൊട്ടിപ്പുറപ്പെടുന്നില്ല, മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ പടിവാതിക്കലാണ് നമ്മളുള്ള പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയേ പറ്റൂ, ഒരുങ്ങണം, വളരെ ശക്തമായിട്ട് ഒരുങ്ങണം. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് സഭയുടെ ഒരുക്കം തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് കേൾക്കുന്നവരെങ്കിലും വ്യക്തമായിട്ട് ഒരുങ്ങാൻ നിങ്ങൾ പഠിക്കണം പ്രിയപ്പെട്ടവരെ. അതിനാൽ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ യുദ്ധം, അതിൻ്റെ കാഹളധ്വനി എവിടം വരെ എത്തി എന്നുള്ളതിനെ പറ്റിയുള്ള ക്ലാസ് വരുന്നതായിരിക്കും. അതിനാൽ കർത്താവ് യേശു ക്രിസ്തു നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ശക്തമായി നമുക്ക് ഒരുങ്ങാം. യേശുവിൻ്റെ വചനത്തിൽ ആയിരിക്കാം. പ്രിയപ്പെട്ടവരെ, എൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഓരോ എപ്പിസോഡ് നിങ്ങൾ കേൾക്കാത്ത എപ്പിസോഡുകളായിരിക്കും. നിങ്ങൾക്ക് ഈ സന്ദേശം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ശ്രദ്ധാപൂർവ്വം 3 പ്രാവശ്യം 4 പ്രാവശ്യം വെച്ച് കേട്ട് നന്നായിട്ട് ഒരുങ്ങിയിരിക്കണം. വളരെ ശക്തമായ ഒരുക്കം നമ്മുടെ ആത്മാവിൽ രൂപാന്തരണം സംഭവിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളതിനെ ഒരുക്കട്ടെ. ഇല്ല എങ്കിൽ വരുന്നത് മഹാപീഡനമാണ് പ്രിയ സഹോദരങ്ങളെ. അത് നമുക്ക് അതിജീവിക്കാൻ ആവില്ല പ്രിയപ്പെട്ടവരെ. അതിന് കർത്താവിൻ്റെ മഹത്വവും ശക്തിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അതിനായി നമ്മയെല്ലാം സർവശക്തനായ യേശു ക്രിസ്തു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം 1 യോഹന്നാൻ എഴുതിയ ലേഖനം 1 യോഹന്നാൻ അതിൻ്റെ 1-ാം അധ്യായം 7-ാം തിരുവചനം, യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ സകല പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്നു, വിശുദ്ധീകരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. വിശുദ്ധീകരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം. അത് കുദാശയിലുണ്ട്, വചനത്തിലുണ്ട്, കുർബാനയിലുണ്ട്, ആരാധനയിലുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വാസമുണ്ട്, വിശുദ്ധിയിലുണ്ട്. അതെല്ലാം യേശു ക്രിസ്തു തിരുരക്തമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു തിരുരക്തം നമ്മെ കോട്ടകെട്ട് സംരക്ഷിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ ജ്ഞാനവും വിവേകശക്തിയും നമ്മൾ നിറയുമാറാകട്ടെ. ആമേൻ.